നമസ്കാരം. മലയാള സിനിമ 2026-ൽ 6 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ കാലയളവിൽ കളക്ഷനിൽ ഏറ്റവും മുന്നിലെത്തിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ള 10 ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കളക്ഷൻ നേടിയ ചിത്രങ്ങളാണെങ്കിലും ഇവയിൽ ചിലതെല്ലാം പരാജയപ്പെട്ട ചിത്രങ്ങളുമാണ്. കളക്ഷനിൽ 10ാം സ്ഥാനത്തുള്ളത് ടൊവിനോ തോമസ് നായകനായ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പിയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടി 70 ലക്ഷം നേടിയെടുത്ത ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം പക്ഷേ തിയേറ്ററിൽ പരാജയമായിരുന്നു. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമായ പള്ളിച്ചട്ടമ്പിയിൽ നായികയെത്തിയത് കയഡു ലോഹർ ആയിരുന്നു. ചിത്രത്തിന് പക്ഷേ മോശം പ്രതികരണമായിരുന്നു തിയേറ്ററിൽ ലഭിച്ചത്. കളക്ഷനിൽ 9ാം സ്ഥാനത്തുള്ളത് പ്രകമ്പനമാണ്. വിജേഷ് പനത്തൂർ സംവിധാനം ചെയ്ത ഈ ചിത്രം 22.05 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നെങ്കിലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തന്നെയാണ് പ്രകമ്പനം നേടിയെടുത്തത്. കളക്ഷനിൽ 8ാം സ്ഥാനത്തുള്ളത് ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്ന ചിദംബരം സംവിധാനം ചെയ്ത ബാലനാണ്. മികച്ച പ്രതികരണം നേടിയ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷനുമായി മുന്നേറുകയാണ്. ഇപ്പോൾ തന്നെ ചിത്രം 32 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി കഴിഞ്ഞു. 7ാമതുള്ളത് ചത്ത പച്ച. 2026-ലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റാണ് ഈ ചിത്രം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 34.5 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മമ്മൂക്കയുടെ അതിഥി വേഷമാണ് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഇത്രയേറെ കളക്ഷൻ നേടാൻ സഹായകമായത്. സമ്മിശ്ര പ്രതികരണമായിരുന്നു എങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 6ാം സ്ഥാനത്തുള്ളത് മോഹിനിയാട്ടം. ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമായി എത്തിയ ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയെടുത്തത്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ചിത്രം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയോളമാണ് ചിത്രം കളക്ട് ചെയ്തത്. 2026-ലെ ഒരു വിജയ ചിത്രമായി മോഹിനിയാട്ടം മാറി. 5ാം സ്ഥാനത്തുള്ളത് ബേസിൽ ജോസഫും ടൊവിനോ തോമസും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടിയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 69.72 കോടി രൂപയോളമാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. സമ്മിശ്ര പ്രതികരണമാണ് അതിരടിക്ക് ലഭിച്ചത് എങ്കിലും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ചിത്രം നേടിയെടുത്തു. കളക്ഷനിൽ 4ാം സ്ഥാനത്തുള്ളത് വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച മൾട്ടി സ്റ്റാർ ചിത്രം പേട്രിയറ്റ് ആണ്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 78 കോടി നേടിയ ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. കാരണം ഈ ചിത്രത്തിന് ഏതാണ്ട് 120 കോടിയോളമാണ് ബഡ്ജറ്റ്. വളരെ മോശം പ്രതികരണവുമായിരുന്നു പേട്രിയറ്റിന് ആദ്യ ദിനം മുതൽ ലഭിച്ചത്. 3ാം സ്ഥാനത്തുള്ളത് ആട് 3 ആണ്. ജയസൂര്യയുടെ ഏറ്റവും വാല്യൂ ഉള്ള ഫ്രാഞ്ചൈസായ ആടിൽ നിന്ന് വരുന്ന 3ാമത്തെ ചിത്രം. സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് എങ്കിലും മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 121 കോടിയോളം നേടിയെടുത്തു. ജയസൂര്യയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായും ആട് 3 മാറി. 2ാം സ്ഥാനത്തുള്ളത് സവിൻസ ഒരുക്കിയ വാഴ 2 ആണ്. വാഴയുടെ 2ാം ഭാഗം എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 235 കോടിയോളം രൂപയാണ് വാഴ 2 സ്വന്തമാക്കിയത്. ഈ വിഷുക്കാലത്ത് മലയാളികൾ ഏറെ ആഘോഷിച്ച ചിത്രമായിരുന്നു വാഴ 2. 2026-ൽ ഇതുവരെയുള്ള റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ദൃശ്യം 3 ആണ്. ദൃശ്യം ഫ്രാഞ്ചൈസിൽ നിന്ന് വരുന്ന ചിത്രം എന്നുള്ള രീതിയിൽ വലിയ കാത്തിരിപ്പുണ്ടായ സിനിമ പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. എങ്കിലും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 238 കോടിയോളം രൂപ ഈ ചിത്രം സ്വന്തമാക്കി.